ഞാൻ ആസിഫ് ഹുസൈൻ. ആധുനികതയാണ് എൻ്റെ മതം. 6-ാം നൂറ്റാണ്ടിലെ ദർശനങ്ങളെ തേറി നടക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ്. കുറച്ച് ദിവസങ്ങളായി ഞാനൊരു ചാനൽ ശ്രദ്ധിക്കുന്നു, ദി ക്യൂരിയോസിറ്റി പോഡ്കാസ്റ്റ്. ഇസ്ലാമിനെ വെള്ളപൂശാനിറങ്ങിയ കുറച്ച് മുസ്ലിയാക്കന്മാർ. ഇന്ന് ഞാൻ അവരെ തേടിയിറങ്ങി. എൻ്റെ കയ്യിൽ ഇസ്ലാമിനെ തകർക്കാൻ കഴിയുന്ന ചില ചോദ്യങ്ങളുണ്ട്. ദി ടഫസ്റ്റ് എത്തിസ്റ്റ് ക്വസ്റ്റ്യൻസ് എവർ. ഈ ചലഞ്ച് ഫേസ് ചെയ്യുന്നത് ക്യൂരിയോസിറ്റി പോഡ്കാസ്റ്റിലെ 3 പേരാണ്. മിസ്റ്റർ അബ്ദുള്ള സിനാൻ, മിസ്റ്റർ സിനാൻ CK, മിസ്റ്റർ റബി KT. ഈ ടീമിന് മുന്നിൽ ഞാൻ വെക്കുന്ന ചാലഞ്ച് 4 റൗണ്ടുകളായാണ്. ഫോർ ദി ഫസ്റ്റ് റൗണ്ട് ഞാൻ തയ്യാറാക്കിയ ചോദ്യങ്ങളിൽ നിന്നും റാൻഡംലി പിക്ക് ചെയ്യുന്ന 3 ചോദ്യങ്ങളാണ് നിങ്ങൾ നേരിടേണ്ടത്. ഓരോ അംഗങ്ങളും ഒരു ചോദ്യം വീതം ഫേസ് ചെയ്യണം. ഉത്തരം പറയുന്നതിനായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയം 2 മിനിറ്റാണ്. ഇൻ ദ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂകളിലും ടെലിവിഷൻ ചാനലുകളിലും പ്രസന്റ് ചെയ്യപ്പെട്ട പോപ്പുലർ എത്തിസ്റ്റ് ആർഗ്യുമെന്റുകളെയാണ് നിങ്ങൾ നേരിടുന്നത്. ആൻഡ് യു ഹാവ് ടു റിപ്ലൈ ഇൻ ജസ്റ്റ് 2 minutes. ദ തേർഡ് റൗണ്ട് ഈസ് സ്പെഷ്യൽ. ഈ ചലഞ്ചിനായി സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കളക്ട് ചെയ്ത നിങ്ങളുടെ തന്നെ ഓഡിയൻസിന്റെ കമന്റുകൾക്കാണ് നിങ്ങൾ റിപ്ലൈ കൊടുക്കേണ്ടത്. ആസ് യൂഷ്വൽ, യു വിൽ ഗെറ്റ് ഓൺലി 2 minutes ടു റെസ്പോണ്ട്. ദി ഫോർത്ത് ആൻഡ് ദി ഫൈനൽ റൗണ്ട് ഈസ് ഡിബേറ്റ് ഹവർ. ഞാൻ തിരഞ്ഞെടുത്ത ടോപ്പിക്സിൽ നമ്മൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ വെദർ യു വിൽ സർവൈവ് ഓർ ജസ്റ്റ് സിംപ്ലി സറണ്ടർ. നിങ്ങളുടെ സ്വർഗത്തിൽ ആഗ്രഹിച്ചതെന്തും ലഭിക്കുമെങ്കിൽ അവിടെ വെച്ച് നടക്കുന്ന ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഇരു ടീമുകളും വിജയിക്കണമെന്ന് കരുതിയാൽ എന്ത് സംഭവിക്കും? 2 ടീമും ജയിക്കണം എന്ന് ആഗ്രഹിച്ചാൽ എന്താ സംഭവിക്കാം? 2 ടീമും ജയിക്കണം എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇല്ലോജിക്കലായിട്ടുള്ള അങ്ങനത്തെ ഒരു ആഗ്രഹം നമുക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടാവില്ല. കാരണം ഒരു ടീം ജയിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേ ടീം തോൽക്കണം. മറ്റേ ടീം ജയിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എതിർവശത്തുള്ള ടീമും തോൽക്കണം. ഇങ്ങനത്തെ ഒരു കാര്യം, ഇങ്ങനത്തെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം, അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങൾ നമുക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടാവുകയില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിലെത്തിയിട്ട് അള്ളാഹു ആകണം എന്ന് ആഗ്രഹിക്കാം. അങ്ങനത്തെ ആഗ്രഹം തന്നെ നമുക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സ്വർഗ്ഗത്തിലുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുള്ള ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജയിക്കുമ്പോൾ വേറൊരാൾ തോൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം തന്നെ നമുക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതിന് ഖുറാനിൽ നിന്ന് തന്നെ നമുക്ക് തെളിവ് കാണാൻ കഴിയും. വനസഅന മാഫി സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന, അഥവാ നമ്മുടെ സഹോദരന്മാരോട് നമുക്ക് ഉണ്ടാകുന്ന അസൂയ, കുശുമ്പ്, ഇതൊന്നും നമുക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടാവുകയില്ല. ഈ ഒരു ആയത്തിന് തഫ്സീറിൽ റാസി ഇമാം പറയുന്നുണ്ട്, വകൗന തിൽക്കൽ മനാഫി ഖാലിസത മിൻ ശവാഇബിൽ വറരി. നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുപാട് ആനന്ദങ്ങൾ ഉണ്ടാവും, സുഖങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇതൊക്കെ വേറൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരിക്കും. നമ്മൾ ദുനിയാവിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുണ്ടാവുന്ന ആനന്ദങ്ങളിൽ ഒരു പക്ഷേ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ മേ ബി ഒരാൾക്ക് ലോസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സ്വർഗ്ഗത്തിലേക്ക് എത്തിയാൽ ഇങ്ങനത്തെ ആഗ്രഹങ്ങളല്ല നമുക്ക് ഉണ്ടാവുക, വേറൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ആഗ്രഹങ്ങളായിരിക്കും, അല്ലെങ്കിൽ വേറൊരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത സുഖങ്ങളോ ആനന്ദങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു ടീം തോറ്റ് ഞാൻ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടാവില്ല. അങ്ങനെ ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ, ആശയില്ലെങ്കിൽ നിരാശയുമില്ല. 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങൾ തന്നെയാണോ 21-ാം നൂറ്റാണ്ടിലും നമ്മൾ പിന്തുടരേണ്ടത്? കാലം മാറുമ്പോൾ നിയമങ്ങളും മാറണ്ടേ? അതേട്ടെ, 6-ാം നൂറ്റാണ്ടല്ല, 6-ാം നൂറ്റാണ്ടിൽ നബി ജനിക്കുന്നേ ഉള്ളൂ. ഇസ്ലാം ഒരു ഐഡിയോളജിയും ഒരു മതവുമൊക്കെ ആകുന്നത് 7-ാം നൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് ചർച്ചയിൽ നമുക്ക് 7-ാം നൂറ്റാണ്ടാക്കാം. അതായത് ഒരു കാര്യം പുതിയതായതുകൊണ്ട് നന്മയാവുകയും പഴയതായതുകൊണ്ട് മോശമാവുകയും ചെയ്യുമോ? ഒരിക്കലുമില്ല. ഉദാഹരണത്തിന് ഒരു മരുന്ന്, അത് പഴയതായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കില്ല, പുതിയതായതുകൊണ്ട് മാത്രം നമ്മൾ സ്വീകരിക്കില്ല. മറിച്ച് ഏറ്റവും എഫക്റ്റീവ് ഏതാണോ, ഏറ്റവും നമ്മുടെ രോഗം മാറാൻ നല്ലത് ഏതാണോ അതാണ് സ്വീകരിക്കുക. ഇതുപോലെ തന്നെയാണ് മതങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ കാര്യം. മതങ്ങളിലേക്ക് വന്നാൽ നമ്മൾ പരിഗണിക്കുന്ന മാനദണ്ഡങ്ങൾ മറ്റൊന്നാണ്. അത് യുക്തിപരമാണോ നോക്കും, പ്രാമാണികമാണോ നോക്കും, ധാർമ്മികമാണോ, മാനവികമാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കുക. ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാം യുക്തിപരമായ മതമാണ്. ലോജിക്കലിയാണ് ഇസ്ലാമിലെ കാര്യങ്ങളൊക്കെ. ഇസ്ലാമിലെ ഗോഡ് ആർഗ്യുമെൻറ്റുകൾ, മറ്റൊരുപാട് കാര്യങ്ങൾ ലോജിക്കിലൂടെ പ്രൂവ് ചെയ്യപ്പെടേണ്ടത് ലോജിക്കിലൂടെയാണ്, അല്ലാത്തതൊക്കെ പ്രമാണങ്ങളിലൂടെയാണ്. വളരെ സിഹത്തുള്ള ഒരു ട്രഡീഷനാണ് ഇസ്ലാമിൻ്റെ ജ്ഞാനപാരമ്പര്യത്തിനുള്ളത്. അതുപോലെ തന്നെ ധാർമ്മികമാണ് ഇസ്ലാമിലെ മൂല്യങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള പരിഗണനകളിലൂടെ ഇസ്ലാം നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിനെ വിശ്വസിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പഴയതായതുകൊണ്ട് മാറ്റി നിർത്തല്ല. ഇവിടെ ശരിക്കും പ്രശ്നമാണത് ലിബറൽ മോഡേണിറ്റി തന്നെ ഉണ്ടാക്കിയ ഒരു ഫാലസിയിൽ നിന്നാണ്. അപ്പീൽ ടു നോവലിറ്റി എന്ന് പറയുന്നത്
പുതിയതായതുകൊണ്ട് മാത്രം അത് നന്മയാണ്, പുതിയതൊക്കെ നന്മയാണ്, പഴയതൊക്കെ മോശമാണ് എന്ന് പറയുന്ന ഒരു ലിബറൽ മോഡേണിറ്റിയുടെ സൃഷ്ടിയാണ് ഇവിടെ പ്രശ്നമാണത്. അതിനെ ഇഗ്നോർ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇസ്ലാം എന്തുകൊണ്ട് അടിമത്തത്തെ പൂർണ്ണമായി നിരോധിച്ചില്ല? ഇസ്ലാം എന്തുകൊണ്ട് അടിമത്തത്തെ പൂർണ്ണമായി നിരോധിച്ചില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതൊരു പരിഹാരമായിരുന്നില്ല എന്ന് തന്നെയാണ്. അതിന് കാരണങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ പരിമിതമായ ആ ഒരു എക്കണോമിയിലേക്ക് അത്രയും വരുന്നൊരു ജനവിഭാഗത്തെ തൊഴിൽ രഹിതരായി തുറന്നു വിടുക എന്ന് പറഞ്ഞത് അവരുടെ ജീവിതത്തിന് തന്നെ പ്രത്യേകിച്ചും അതുപോലെ തന്നെ അന്നത്തെ അവിടുത്തെ ജനസമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ജീവിതത്തെയും വളരെ സാരമായ രീതിയിൽ ബാധിക്കുമായിരുന്നു. 1800-കളിൽ അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചതേ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ കാണാപ്പുറങ്ങൾ അനേകമാണ്. അതായത് പല അടിമകളും തിരിച്ച് ഉടമകളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സാഹചര്യത്തിൽ തിയററ്റിക്കലി അവർ അടിമകളല്ലെങ്കിലും പ്രാക്ടിക്കലി അടിമകളായിക്കൊണ്ട് ഇവരെ കീഴിൽ കുടിയാന്മാരായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ആ ഒരു സാഹചര്യമാണ്. അതായത് ഒറ്റയടിക്ക് ഈ ഒരു സാധനം നിരോധിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷേ ഇസ്ലാം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ ടാക്ടിക്സ് ആണ്. അതായത് ഒരാൾ അടിമയാകാനുള്ള സാഹചര്യങ്ങളെ നന്നേ വെട്ടിക്കുറച്ചു. അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ബലാത്കാരമായ ഒരാൾ പിടിച്ച് അടിമയാക്കാം, അതല്ലെങ്കിൽ പലരും ദാരിദ്ര്യം കൊണ്ട് മക്കളെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം വെട്ടിക്കുറച്ചിട്ട് യുദ്ധ തടവുകാരെ മാത്രം അടിമകളാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഇസ്ലാം വരുന്നു. അതോടുകൂടെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ നിലവിലുള്ള അടിമകളെ മോചിപ്പിക്കാനുള്ള ഒരുപാട് വാതിലുകൾ തുറന്നിടുന്നു. നമുക്ക് ഇസ്ലാമിൻ്റെ ഫിഖ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമായിട്ട് നമുക്ക് ഈ ഒരു സാധനത്തെ കാണാൻ കഴിയും. അതായത് അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത് ഒരു കഫാറത്ത് പ്രായശ്ചിത്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്ലാമിൽ വളരെ വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ടും കൂടിയാണ് ഇതിനെ പരിചയപ്പെടുന്നത്. ഇതിനോടൊന്നും ആഡ് ചെയ്യാനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെയോ റോമൻ സാമ്രാജ്യത്തിലെയോ അതല്ലെങ്കിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള കൊളോണിയലിസ്റ്റ് പീരീഡിന് കീഴിലുണ്ടായിരുന്ന ആഫ്രിക്കൻ അടിമ വംശത്തെ അത്തരം അടിമ സമ്പ്രദായങ്ങളോട് ഒരിക്കലും ഇസ്ലാമിൻ്റെ അടിമ വ്യവസ്ഥ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു കൃത്യമായ ചട്ടം ഇസ്ലാം നൽകുന്നുണ്ട്. അവരെ ഉപദ്രവിക്കരുത്, അവരെ വധിക്കരുത്. അതുപോലെ തന്നെ ഈവൻ അവരോട് അവരുടെ മാന്യതയെ അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ സംബോധന പോലും ചെയ്യരുതെന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് വന്ന പല ഇസ്ലാമിക ഭരണകൂടങ്ങൾക്ക് കീഴിലും സുപ്രധാന പൊസിഷനുകളിൽ ഇത്തരം അടിമകൾ പദവി അലങ്കരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെയും അതുപോലെ തന്നെ ഈജിപ്തിലെയും അടിമ വംശങ്ങൾ രാജവംശമായ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇസ്ലാമിൽ അടിമത്തത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന് കൃത്യമായൊരു രേഖ കൂടി കിട്ടും എന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്വർഗത്തിൽ ആണിന് ഹൂറികളുണ്ട്, പക്ഷേ പെണ്ണിനെന്താ ഹൂറന്മാരില്ലാത്തത്? അതിനതവിടെ പറഞ്ഞത് പെണ്ണിന് ഹൂറനില്ല എന്നുള്ളത് ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്തൊരു ക്ലെയിമാണ്. നമുക്ക് വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ആകെ അറിയാനുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ വഹി ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ വഹിയിൽ അങ്ങനെ ഒരു പുരുഷനില്ല എന്ന് പറയുന്നത് വരെ നമുക്ക് വിഷയം കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഖുർആന് സ്ത്രീകളെക്കുറിച്ച് എന്താണ് മെൻഷൻ ചെയ്തത്? അവർക്ക് ദുനിയാവിലുള്ള അതേ ഭർത്താക്കന്മാർ സ്വർഗത്തിലുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അമൻ സ്വലഹമിൻ അബാഹിം വസ്വാജി. അതന്നെ നമുക്ക് തഫ്സീറിൽ കാണാൻ കഴിയും. ഈ ദുനിയാവിലുള്ള പുരുഷന്മാരെക്കാൾ കൂടുതൽ സൗന്ദര്യത്തിൽ സ്വർഗത്തിലുള്ള മറ്റുള്ള സൃഷ്ടികളെക്കാൾ കൂടുതൽ ഹൂർലീനിങ്ങളെക്കാൾ കൂടുതൽ സൗന്ദര്യത്തിലായിരിക്കും അവർക്ക് ആ പുരുഷന്മാരെ ലഭിക്കാമെന്ന് കാണുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം കൊടുക്കുന്നത് ഒരിക്കലും ആണാണോ പെണ്ണാണോ നോക്കിയിട്ടല്ല, ജെൻഡറിലേക്ക് നോക്കിയിട്ടല്ല അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത്. മറിച്ച് ആരാണോ നന്മ ചെയ്യുന്നത്, ആണായാലും പെണ്ണായാലും നന്മ ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റിവാർഡ് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊന്നുപാട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ നാച്ചർ എന്താണ്? വാട്ട് ഇസ് ദ നാച്ചർ ഓഫ് പാരഡൈസ്? സ്വർഗത്തിൻ്റെ നാച്ചർ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നുണ്ട്, വലവും മാഷാവുന ഫിഹ വലദീന മസ്ജിദ്. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. വലദീന മസ്ജിദ്, അവർക്ക് ആഗ്രഹിക്കാൻ കഴിയാത്ത, അവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആനന്ദങ്ങൾ പോലും സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിറവേറ്റും. ഇനി അങ്ങനെ ഒരു ആഗ്രഹമില്ല, അങ്ങനെ ഒരു ആശ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമില്ലല്ലോ. ഉദാഹരണത്തിന് എനിക്ക് ഇറച്ചി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും ഇറച്ചി വിളമ്പുന്ന സമയത്ത് എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരാൾ എന്നെ പരിഹസിക്കുകയാണെങ്കിൽ എനിക്കത് വിഷയമില്ല, കാരണം ഞാനത് കഴിക്കാത്തതും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമാണത്. അപ്പോൾ അതേപോലെ ആശയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിരാശ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയായാലും സ്വർഗത്തിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, വലാ യമുസ്സുഹു മുസ്സുഹു വലാ ഹും യഹ്സനൂൻ. ദുഃഖം, നിരാശ ഇതൊന്നും സ്വർഗത്തിലില്ല. സോ ദേ വിൽ ബി ഫുള്ളി സാറ്റിസ്ഫൈഡ്. ആണും പെണ്ണും കൂടിയിരുന്നാൽ എന്താ, ആകാശം പൊളിഞ്ഞു വീഴുമോ? ആകാശം പൊളിഞ്ഞു വീഴും ചോദിച്ചാൽ ആണും പെണ്ണും ഒപ്പം ഇരിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിലെ ഒരു റിലീജിയസ് റെസ്ട്രിക്ഷനാണ്, ഒരു മതപരമായ നിയന്ത്രണമാണ്. വേറെയും ഒരുപാട് നിയന്ത്രണങ്ങൾ സമൂഹത്തിലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ
നിരത്തിലിറങ്ങി വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് നിർബന്ധമാണ്. എന്താ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ? അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയ ഒരു ഡോക്ടർക്ക് മാത്രമേ ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. എന്താ സർട്ടിഫൈഡ് അല്ലാത്ത ഡോക്ടറെ ചികിത്സിച്ചാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ? നമ്മളിങ്ങനെയൊന്നും ചോദിക്കില്ല. കാരണം എന്താ, നമുക്കറിയാം ചില നിയന്ത്രണങ്ങൾ സമൂഹത്തിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ സർട്ടിഫൈഡ് അല്ലാത്തൊരു ഡോക്ടർ ചികിത്സിച്ചാൽ അതൊരു പക്ഷേ ഒരുപാട് മെഡിക്കൽ എറേഴ്സ് വരാം, ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ സ്വാഭാവികമായിട്ടും അത് റോഡ് സേഫ്റ്റിയെ ബാധിക്കും, ആക്സിഡൻറ്റുകൾ ഉണ്ടാവും. ഇത്തരം കാരണങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യാനാണ്, നിയന്ത്രിക്കാനാണ് നമ്മൾ ഈ നിയമങ്ങളൊക്കെ വെക്കുന്നത്. മതവും അതുതന്നെ ചെയ്യുന്നുള്ളൂ. ആണും പെണ്ണും ഒപ്പം ഇരുന്നാൽ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഒരു ലൈംഗികമായ താല്പര്യം ഉണ്ടാവുകയും അതൊരു പക്ഷേ സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് വരെ എത്താം. ഈ ഒരു ചാൻസിനെ ആദ്യമേ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെ നിയന്ത്രിക്കുകയാണ് മതം ചെയ്തത്. സ്വാഭാവികമായിട്ടൊരു കമ്മ്യൂണിറ്റി ആകുമ്പോൾ അവർക്കിടയിൽ ചില നിയമങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു അരാജകത്വം അവരെ ബാധിക്കൂലേ. അതുകൊണ്ട് എല്ലാ നിയന്ത്രണങ്ങളെയും നമ്മൾ അംഗീകരിക്കുകയും മതത്തിൻ്റെ ചില നിയമങ്ങൾ മാത്രം, മതത്തിൻ്റെ ചില നിയന്ത്രണങ്ങൾ മാത്രം ഇത്ര സെലക്റ്റീവായിട്ട് പ്രോബ്ലമാറ്റിക് ആണെന്ന് വാദിക്കുന്നത് അതൊരു ഇരട്ടത്താപ്പാണ്. ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെങ്കിൽ ആരാണ് ദൈവത്തെ സൃഷ്ടിച്ചത്? ഈ ഒരു ചോദ്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് എല്ലാ എഫക്റ്റുകൾക്കും ഒരു കോസ് വേണം, എല്ലാ സൃഷ്ടികൾക്കും ഒരു സൃഷ്ടാവ് വേണം. അവസാനം ഈ ഒരു ശൃംഖല അൺക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിൽ എത്തിച്ചേരണം എന്ന മതവിശ്വാസികളുടെ വാദത്തിനുള്ള ഒരു മറുചോദ്യമായിട്ടാണ് ഈ ചോദ്യം ഉന്നയിക്കപ്പെടാറുള്ളത്. ഈ ഒരു ചോദ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് പ്രമിസുകളും ഒരു കൺക്ലൂഷനും അടങ്ങിയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. ഈ ചോദ്യം പ്രസക്തമാകണമെങ്കിൽ ഇതിലെ പ്രമിസുകളും കൺക്ലൂഷനുകളും കറക്റ്റായി ഈ ഒരു ആർഗ്യുമെൻറ്റ് വാലിഡ് ആയിരിക്കണം. പക്ഷേ ഈ പ്രമിസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ സൃഷ്ടി എന്നുള്ള ഒരു പോസിബിൾ എക്സിസ്റ്റൻസിനെയും സൃഷ്ടാവ് എന്നുള്ള ഒരു നെസസറി എക്സിസ്റ്റൻസിനെയും താതാത്മ്യപ്പെടുത്തുന്നതിലൂടെ, സമമല്ലാത്ത രണ്ട് എക്സിസ്റ്റൻസുകളെ താതാത്മ്യപ്പെടുത്തുന്നതിലൂടെ ഫാൾസ് അനാലജി എന്ന ലോജിക്കൽ ഫാലസിയാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യവും വാലിഡ് അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അൺക്രിയേറ്റഡ് എക്സിസ്റ്റൻസിനെ ക്രിയേറ്റർ ആര് എന്ന ചോദ്യം വളരെ അപ്രസക്തമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരുപാട് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗാലറിയിലേക്ക് രണ്ട് സുഹൃത്തുക്കൾ സന്ദർശനത്തിനെത്തുന്നു. ആദ്യത്തെയാൾ ചോദിക്കുന്നു, ഈ ചിത്രങ്ങളെല്ലാം വരച്ചതാരാണ്? രണ്ടാമൻ മറുപടി പറയുന്നു, ഇതെല്ലാം പിക്കാസോ വരച്ച ചിത്രങ്ങളാണ്. ഒന്നാമൻ ഇയാളോട് മറുചോദ്യം ചോദിക്കുന്നു, അപ്പോൾ പിക്കാസോയെ വരച്ചതാരാണ്? ഈ ചോദ്യം എത്രത്തോളം അപ്രസക്തമാണോ അത്ര തന്നെ അപ്രസക്തമാണ് അൺക്രിയേറ്റഡ് എക്സിസ്റ്റൻസ് ആയിട്ടുള്ള ദൈവത്തിന്റെ ക്രിയേറ്റർ ആരാണെന്ന ചോദ്യം. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വഴക്കാ ചെയ്യാനാ പറ്റുന്നത്? നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തനെ ഇവിടെ ശിക്ഷിക്ക്, കാണിച്ചതാ. ഈ തോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ച് തന്നെ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ. അപ്പൊ അവിടെ നിൽക്കില്ലേ ആ തോന്നിയാസങ്ങൾ? ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ദൈവമായിട്ട് ഞങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന അള്ളാഹു ഇദ്ദേഹം എന്താണോ പറയുന്നത് അത് കേൾക്കാനുള്ള ഒരാളായിട്ട് നിൽക്കാം. ഇതല്ലല്ലോ ദൈവത്തിൻ്റെ റോള്. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണോ ഈ ഭൂമിയിൽ നടപ്പിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് അതിവിടെ നടപ്പിലാക്കുമ്പോഴാണ് ദൈവം സർവശക്തനായിട്ട് മാറുന്നത്. ഇവിടെ ശരിക്കും ഇദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് ദൈവം അശക്തനാണ്. കാരണം എന്താ, ഈ ദുനിയാവിൽ ദൈവം പണിഷ്മെൻ്റ് ഒന്നും കാണിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനെയാണോ ദൈവം അശക്തനാവുന്നത്? ദൈവം ഇങ്ങനൊരു വാദം ഏറ്റെടുത്തിട്ടുണ്ടോ? ഞാൻ ഈ ദുനിയാവിൽ പണിഷ്മെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം എന്ന് ഏറ്റെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം പറഞ്ഞതിന് ശേഷം ദൈവത്തിന് അത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദൈവം അശക്തനാണ്. പക്ഷേ ദൈവത്തിന് അങ്ങനെ ഒരു ക്ലെയിമേ ഇല്ല. ഇസ്ലാമിൻ്റെ ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ദുനിയാവ് അത് ബലായിൻ്റെ പരീക്ഷണത്തിൻ്റെ ലോകമാണ്. വരാനിരിക്കുന്ന ആഫ്റ്റർ ലൈഫാണ് ജസായിൻ്റെ റിവാർഡിങ്ങിൻ്റെ ലോകമെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചു തന്നത് പരീക്ഷിച്ചറിയാനാണ് നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പരീക്ഷണം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ റിവാർഡ് പണിഷ്മെൻ്റ് ഇല്ലാതിരിക്കുക തന്നെ വേണം. മാത്രമല്ല വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഒരു അദൃശ്യത്തിൽ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ പണിഷ്മെൻറ്റ് റിവാർഡും എക്സ്പ്ലിസിറ്റ്ലി അതിങ്ങനെ പ്രകടമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതും സാധ്യമല്ല. ഇനി ഞങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ പണിഷ്മെൻറ്റും ശിക്ഷ നടപ്പിലാക്കി കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ലല്ലോ. ദൈവവിശ്വാസിയാണോ? അല്ല. അല്ല. അതെന്താണ്? ഞാൻ ദൈവത്തിനെ കണ്ടിട്ടില്ല. ഒരു മാനവരാശിക്ക് 3 ദൈവങ്ങളോ? ദൈവം എന്ന് പറയുന്നത് ഒരാളെ പാടുള്ളൂ. മനുഷ്യർക്കെല്ലാം കൂടെ ഒരു ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. ഇത് ഒരു വിഭാഗത്തിന് ഒരു ദൈവം, വേറൊരു വിഭാഗത്തിന് വേറൊരു ദൈവം, അല്ലാത്തൊരു വിഭാഗത്തിന് വേറെ കുറെ ദൈവം. ഇതെന്ത് ദൈവങ്ങൾ? ഇത് എവിടെ തിരിഞ്ഞാലും ദൈവം. അതായത്
ഞാൻ ചോദിക്കട്ടെ, വൈജി ചേട്ടനും ഞാനൊന്നും ജീവൻ എന്ന് പറയുന്നൊരു സാധനത്തെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ജീവനില്ല എന്നാണ് വിശ്വസിക്കുന്നത്? ഒരിക്കലല്ല. അപ്പോൾ നമ്മൾ കാണാത്തൊരുപാട് സാധനങ്ങളെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതിനെ മറ്റ് സോഴ്സ് ഓഫ് നോളജ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഉദാഹരണത്തിന്, ഞാൻ ഗാന്ധിജിയെ കണ്ടിട്ടില്ല, അതുപോലെ കടലിൻ്റെ അടിത്തട്ട് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് ഇത് രണ്ടും ഇല്ല എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്, മറിച്ച് ഉണ്ട് എന്നാണ്. അതെങ്ങനെ? അതായത് കടലിനൊരു അടിത്തട്ട് ഉണ്ടാവണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും കടലിന് മുകളിൽ അത്ര അധികം വെള്ളം ഞാൻ കാണുമ്പോൾ അത് ഉൾക്കൊള്ളാനൊരു പ്രതലം വേണം എന്നുള്ള ഒരു ലോജിക്കലായ ചിന്തയാണ്, യുക്തിചിന്തയാണ് എന്നെ കടലിനൊരു അടിത്തട്ട് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതുപോലെ ഗാന്ധിജി ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഒരുപാട് ഒതൻറ്റിക്കായ ഡാറ്റകളിൽ നിന്ന്, വിശ്വസനീയമായ ആളുകളിൽ നിന്ന് എനിക്ക് ലഭിക്കുമ്പോൾ ഗാന്ധിജി ഉണ്ടായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ ജീവിച്ചിരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അംഗീകരിക്കുന്നു. ഇത് രണ്ടും ഞാൻ കണ്ട സാധനങ്ങളല്ല, മറിച്ച് മറ്റ് സോഴ്സ് ഓഫ് നോളജിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്. അതുപോലെ ദൈവത്തെയും കണ്ടിട്ടില്ല എന്നതുകൊണ്ട് മാറ്റി നിർത്തല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ദൈവമില്ല എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തല്ല വേണ്ടത്. ഇത്തരം സോഴ്സ് ഓഫ് നോളജിലൂടെ ദൈവത്തെ അന്വേഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ലോജിക്കലി ഇസ്ലാമിൽ എല്ലാ ഗോഡ് ആർഗ്യുമെൻറ്റുകളുള്ളത് ലോജിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. ലോജിക്കലി നമുക്ക് ഉറപ്പായിട്ടും ദൈവത്തിലേക്ക് എത്താം. അതുപോലെ തന്നെ പ്രമാണങ്ങളിലൂടെ, ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ, മറ്റൊരുപാട് സ്രോതസ്സുകളിലൂടെ പ്രാമാണികമായി നമുക്ക് ദൈവത്തെ സ്ഥിരപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈ സോഴ്സ് ഓഫ് നോളജ് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഭാരം അളക്കുന്ന ഒരു മെഷീനിൽ നമ്മൾ നീളം അളക്കാൻ ഒരു സാധനം കൊണ്ടുപോയിട്ടാൽ സ്വാഭാവികമായിട്ടൊരു നീളം കാണൂല എന്ന് വിചാരിച്ച് അതിന് നീളമില്ല എന്നാണ് അർത്ഥം. അല്ല, നീളം അളക്കാൻ കഴിയുന്ന മറ്റൊരു ടൂളിൽ ഇതിന് നീളം നോക്കിയാൽ നീളം കാണും. എന്നതുപോലെ നമ്മുടെ കാഴ്ച എന്നൊരു ടൂൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ, മറ്റ് കാണലല്ലാത്ത മറ്റ് ടൂളുകളിലൂടെ ദൈവത്തെ അന്വേഷിക്കുകയാണ് വേണ്ടത്. അത്തരം ടൂളുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്കും ടെസ്റ്റിമോണിയും ഒക്കെ. ഓക്കെ, പിന്നീട് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഒരു മാനവരാശിക്ക് ഒരുപാട് 100 ദൈവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങൾ ഒരിക്കലും പാടില്ല എന്നാണ്. ഇസ്ലാമും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മാനവരാശിക്ക് ഒറ്റ ദൈവമേ പാടുള്ളൂ. ഇസ്ലാം അതിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ബാക്കിയുള്ള ഒരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഇല്ല. അപ്പൊ നിങ്ങൾ 99% നിരീശ്വരവാദി, ഞാൻ 100%. ഇത് ഞാൻ മറ്റൊരു ഉപമ പറയാം. കണക്ക് മാഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു 1+1 ആൻസർ എത്രയാണ്. ക്ലാസ്സിലുണ്ടായിരുന്ന 2 കുട്ടികൾ ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സാറേ അതിൻ്റെ ഉത്തരം 2 ആണ്. മറ്റേ ആൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സാറേ അതിന് ഉത്തരമൊന്നുമില്ല. അപ്പോൾ തെറ്റായ മറുപടി പറഞ്ഞ കുട്ടിക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന സാറിനോട് ആ കുട്ടി എണീറ്റ് നിന്നിട്ട് പറയാണ്, സാറേ ഇവൻ ആൻസർ പറഞ്ഞപ്പോൾ 2 അല്ലാത്ത 1, 3, 4, 5, 6, 7 അങ്ങനെ ലോകത്തുള്ള എല്ലാ അക്കങ്ങളെയും നിരാകരിച്ചുകൊണ്ടാണ് ഇവൻ 2 എന്നുള്ളൊരു ആൻസർ തിരഞ്ഞെടുത്തത്. ഞാൻ ചെയ്തത് ആ 2നെ കൂടി നിരാകരിക്കുകയാണ്. അപ്പോൾ എൻ്റെ 100% തെറ്റാണെന്നുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞ ഉത്തരം 99% തെറ്റല്ലേ? അപ്പോൾ സാറെങ്ങനെ എന്നെ മാത്രം ശിക്ഷിക്കലെന്ന് ചോദിച്ചു. ഈ ഒരു കുട്ടീൻ്റെ ചോദ്യത്തിനുള്ള നിങ്ങളുടെ മറുപടി എന്താണ്? അതായത് ഒരു മുസ്ലിമും ഒരു എത്തിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ഒബ്ജക്റ്റീവായ ക്വസ്റ്റ്യന് ഒരാൾ യെസ് എന്നും ഒരാൾ നോ എന്നും മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അതല്ലാതെ തെറ്റായ ആൻസറുകൾക്കിടയിൽ എത്ര ശതമാനത്തെ നിരാകരിച്ചു, എത്ര ശതമാനത്തെ സ്വീകരിച്ചു എന്നുള്ളതല്ല. ആണ് നോക്കുമെന്ന് കരുതി പെണ്ണിനെ മൂടിക്കെട്ടുന്നതെന്തിനാ? ആണ് നോക്കാതിരുന്നാൽ പോരെ? അത് തന്നെയാണ് മതവിധി എന്നുള്ളത്. ആണിന് പെണ്ണിനെ നോക്കാതിരിക്കുക എന്നുള്ളത് മതവിധിയാണ്. ശരിക്ക് സ്ത്രീകളോട് മൂടിക്കെട്ടാൻ പറയുന്നതിന് മുമ്പ് ഖുർആൻ പറയുന്നത് പുരുഷന്മാരോട് ദൃഷ്ടി താഴ്ത്താൻ, അല്ലെങ്കിൽ അവരുടെ കാഴ്ച തിരിക്കാനാണ്. ഖുർആൻ പറയുന്നുണ്ട്, വക്കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. പുരുഷന്മാരോട് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർ സ്ത്രീകൾ എങ്ങനെ നടന്നാലും അവരെ തൊട്ട് അവരുടെ ദൃഷ്ടി തിരിക്കട്ടെ. മാത്രമല്ല വയഹ്ഫളൂ ഫുറൂജഹും, എന്നിട്ട് അവരുടെ ഗുഹ്യസ്ഥാനത്ത് സംരക്ഷിക്കട്ടെ. ഇതേ കൽപ്പന സ്ത്രീകളും പറയുന്നു, വക്കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളൂന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന. അവരും പുരുഷന്മാരെങ്ങനെ നടന്നാലും അവരിലേക്ക് നോക്കാതിരിക്കട്ടെ, അവരുടെ ഗുഹ്യസ്ഥാനം സംരക്ഷിക്കട്ടെ, പുരുഷന്മാരെ സ്വാധീനിക്കുന്ന ശരീരഭാഗങ്ങളെല്ലാം മറച്ച് നടക്കട്ടെ. ഇത് 2 വിഭാഗത്തിനോടുള്ള ശരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. 2 വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള റോളുകൾ നൽകുകയാണ്. ഇവിടെ ശരിക്കും സമുദായത്തിൽ ഒരു എക്സ്പെക്റ്റഡ് ക്രൈം ഉണ്ട്. വരാൻ സാധ്യതയുള്ള ഒരു വിധ സാധ്യതയുള്ള ഒരു റേപ്പ്, അല്ലെങ്കിൽ സ്ത്രീക്ക് താല്പര്യമില്ലാത്തൊരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക, ഇങ്ങനത്തെ ഒരു എക്സ്പെക്റ്റഡ് ക്രൈം ഉണ്ട്. അപ്പോൾ ആ എക്സ്പെക്റ്റഡ് ക്രൈം സമുദായത്തിൽ നിന്ന് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ
രണ്ട് വിഭാഗത്തിനും അതിൻ്റെ റോള് കൊടുത്തുകൊണ്ട് അതിനെ അതിവിദൂര സാധ്യതയിലേക്ക് മാറ്റണം. അത് ഇല്ലാതിരിക്കാനുള്ള ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. കാരണം ഇവിടെ ശരിക്ക് പുരുഷന്മാർ സ്ത്രീകൾ എങ്ങനെ നടന്നാലും അവരങ്ങോട്ട് നോക്കാൻ പാടില്ല. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു നിലക്കും അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കാതിരിക്കുകയും ചെയ്യുക. ഇത് രണ്ട് വിഭാഗം ചെയ്യുമ്പോൾ ആ എക്സ്പെക്റ്റഡ് ക്രൈം അതിവിദൂരത്തേക്ക് മാറി നിൽക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കളവ് നടക്കുന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഉത്ബോധനം നൽകി, നിങ്ങളാരും കളവ് നടക്കരുത്, കളവ് നടത്തുന്ന ആളുകൾക്ക് അതിനൊരു ശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ വീട്ടിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള വസ്തുക്കൾ, ഇപ്പോൾ സ്വർണ്ണം പോലത്തെ വസ്തുക്കൾ പബ്ലിക്കിൽ വെച്ച് പോകില്ലല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും, എന്നിട്ട് ഉത്ബോധനം കൊടുക്കുകയും ചെയ്യും. ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് ആ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കളവ് പോലത്തെ ക്രൈം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അത് സമുദായത്തിൽ നിന്ന് ഉയർത്തപ്പെടാനുള്ള സാധ്യത കൂടുന്നത്. ഇതേ ഒരു ലോജിക്കാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. രണ്ട് വിഭാഗത്തിനും കൃത്യമായിട്ടുള്ള റോളുകൾ നൽകുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പുരുഷൻ ഹിജാബ് ധരിക്കേണ്ടതില്ല? ഹിജാബ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഹിജാബ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി മറ എന്നാണ് അർത്ഥം. ഈ മറ പുരുഷനും ഉണ്ട് സ്ത്രീക്കും ഉണ്ട്. പക്ഷേ ഈ രണ്ട് വിഭാഗത്തിന് മറകൾ എന്നുള്ളത് അവരുടെ ഫിസിക്കൽ ബോഡി അനുസരിച്ച്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ സൈക്കോളജി മാനിച്ചുകൊണ്ട് അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻസ് എന്തൊക്കെയാണ് അവർക്ക് ഇടപെടാനുള്ളത്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം രണ്ട് വിഭാഗത്തിനുള്ള വസ്ത്രം എന്നുള്ളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, മറക്കാനുള്ള ഏരിയകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഹിജാബ് എന്നുള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തല മറക്കാനുള്ള വസ്ത്രമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് ജെൻഡറിന് സൈക്കോളജി മനസ്സിലാക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവൾ ആണിനെ പോലെ ആണ് പെണ്ണിലേക്ക് താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് താല്പര്യപ്പെടുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് വിഷ്വലിയാണ്. അവന് ദർശനത്തിൽ നിന്ന് ഇങ്ങനത്തെ താല്പര്യങ്ങൾ ജനിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൾ വെർബലി ആൻഡ് ഇമോഷണലി മാത്രമാണ് ഇങ്ങനത്തെ സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്കൊക്കെ സ്വാധീനിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും നമുക്ക് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഈ രണ്ട് സൈക്കോളജി മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ, ആണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് കൂടുതൽ വിസിബിൾ അല്ലാതെ മറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആണ് കുറച്ച് പ്രദർശിക്കപ്പെട്ടാലും അവൾ അത്രത്തോളം അതിലേക്ക് താല്പര്യപ്പെടുകയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലേക്ക് അവൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയില്ല. മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ഫ്രെയിംവർക്ക് അനുസരിച്ച് ആണിനാണ് ഈ പെണ്ണിൻ്റെയും കുടുംബത്തിൻ്റെയും മുഴുവൻ നഫക്ക, ചെലവ് ഇതൊക്കെ വഹിക്കാനുള്ളത്. അപ്പോൾ ആണിനെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യാന്നുള്ളത് ബാധ്യതയാണ്, നിർബന്ധപരമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആണിന് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട്, ഇതൊക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ ഒരുപാട് മേഖലകൾ ആണിന് ഇടപഴകേണ്ട ആവശ്യകത ഉണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം ഈ വസ്ത്രം എന്നുള്ളത് ഡിസൈൻ ചെയ്യുന്നത്. രണ്ട് വിഭാഗത്തിൻ്റെയും സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട്, രണ്ട് വിഭാഗത്തിൻ്റെയും ശരീരഘടന മനസ്സിലാക്കിക്കൊണ്ട്, അനുയോജ്യമായ അവർക്ക് പരിഗണിക്കേണ്ട മറ്റു വിഷയങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് രണ്ട് വിഭാഗത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള മറകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പെണ്ണ് നടന്നാൽ എല്ലാ ആണുങ്ങളും വ്യഭിചരിക്കുമെന്നാണോ ഇസ്ലാം വിചാരിക്കുന്നത്? അത്തരത്തിലല്ല. എല്ലാ ആണുങ്ങളും മോശമായതുകൊണ്ടല്ല ഇസ്ലാം ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരുന്നത്. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ വീട് പൂട്ടിയിട്ടാണ് പോവുക. അതെന്തുകൊണ്ട് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലത്തെ എല്ലാവരും കള്ളന്മാരാണ് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടല്ലല്ലോ. നമ്മളവിടെ ഒരു അതിവിദൂര സാധ്യതയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്രൈം ഉണ്ട്. അഥവാ നമ്മുടെ വീട്ടിലത്തെ ലോക്കറിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വാല്യുബിൾ വസ്തുക്കൾ നാട്ടുകാർ പൊക്കിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളന്മാർ വന്ന് പൊക്കിക്കൊണ്ടുപോകുമോ എന്നുള്ളൊരു എക്സ്പെക്റ്റഡ് ക്രൈം അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ ഇല്ലാതിരിക്കാനുള്ള അവസാനത്തെ വാതിലും അടക്കുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതേ ഒരു സാധനമാണ് ശരീഅത്തും ശരിക്കും പാലിക്കുന്നത്. ശരീഅത്തിന്റെ നിയമങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ സാധ്യത, തിന്മ നടക്കാനുള്ള ഏറ്റവും അവസാനത്തെ സാധ്യത കൂടി ശരീഅത്ത് അടക്കുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ശരീഅത്തിൻ്റെ എല്ലാ നിയമങ്ങളിലും ശരീഅത്ത് തിന്മ ചെയ്യരുത് എന്നുള്ളൊരു ഓർഡർ മാത്രമേ നൽകുക. ആ തിന്മ സംഭവിക്കാനുള്ള സാധ്യതകൾ, സമുദായത്തിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ, ആ കോണ്ടെക്സ്റ്റുകളെ കൂടി ശരീഅത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, കള്ള് കുടിക്കരുത് എന്നുള്ളത് മാത്രമല്ല ശരീഅത്ത് പറയുന്നത്, മറിച്ച് കള്ളിൻ്റെ വിൽപ്പന പാടില്ല, കള്ള് ജനങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ആ അവൈലബിലിറ്റിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ്, അങ്ങനത്തെ സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് അതിനുശേഷമാണ് കള്ള് കുടിക്കരുതെന്ന് പറയുന്നത്. അതേ ലോജിക്കാണ് ശരിക്കും ഇതിൽ വർക്ക് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഈ പെണ്ണ് അല്ലെങ്കിൽ പെണ്ണ് മറച്ചില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആണ് ഇങ്ങനത്തെ ഒരു പ്രവർത്തനക്ക്, ഹീനമായിട്ടുള്ളൊരു പ്രവർത്തനയ്ക്ക് എത്തുമോ എന്നുള്ളൊരു സാധ്യതയെ, വിദൂര സാധ്യത കൂടി മറച്ചുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ എക്സ്പെക്റ്റഡ് ക്രൈമിനെ ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അനുചരർക്ക് 4 ഭാര്യമാരും പ്രവാചകന് 11 ഭാര്യമാരും. ഇതെന്ത് സിസ്റ്റം? അനുചരർക്ക് 4 ഭാര്യമാരും പ്രവാചകന് 11 ഭാര്യമാരും ആയതല്ല പ്രശ്നം. സാധാരണ ജനങ്ങൾക്ക് 4 ഭാര്യമാരെ പറ്റുള്ളൂ എന്നുള്ളത് ഒരു മതനിയമമാണ്. ഈ മതനിയമങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും സാധാരണ ജനങ്ങളിൽ വ്യത്യസ്തമായി പ്രവാചകന് മാത്രം സ്പെഷ്യലായ ഒരുപാട് നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ.
ഉദാഹരണത്തിന് നബിക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്. അതുപോലെ സമാനമായ ഒരു നിയമമാണ് പ്രവാചകന് 11 ഭാര്യമാർ ആവാം, അല്ലെങ്കിൽ ഓരോ ഭാര്യമാരെയും പ്രത്യേക കൽപ്പന പ്രകാരമാണ്. അപ്പോൾ സാധാരണ ജനങ്ങളിൽ നിന്ന് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഭാര്യമാരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പ്രവാചകന് വ്യത്യാസമുണ്ട് എന്നുള്ളത് പ്രവാചകന് സ്പെഷ്യലായ ഒരു മതനിയമമാണ്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. പ്രവാചകൻ്റെ ഓരോ വിവാഹങ്ങൾക്ക് പിറകിലും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമുക്കറിയാം, കൗടുംബികമായ കർമ്മശാസ്ത്ര മസലകൾ, വിവാഹത്തിലുള്ള മര്യാദകൾ, ജീവിതത്തിലുള്ള മര്യാദകൾ, ഇതെല്ലാം മനസ്സിലാക്കാൻ ഭാര്യമാർക്കേ ഒരുപക്ഷെ കഴിയുള്ളൂ. ഇത്തരം പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവാചകന് ഇത്ര ഭാര്യമാരുണ്ടായത് എന്നുള്ള വിവക്ഷകളുണ്ട്. അതുപോലെ തന്നെ മറ്റു കബീലുകളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് ഒരുപക്ഷെ അവിടുന്ന് ഒരു സ്ത്രീ പ്രവാചകൻ്റെ ഭാര്യയായാൽ അവർക്ക് ഇസ്ലാമിലേക്ക് കുറച്ചുകൂടി ആക്സസ് ഉണ്ടാവും, അവർ അട്രാക്റ്റഡ് ആവും, അവർ ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിരാലംബരും അതുപോലെ തന്നെ വിധവകളുമായ ഒരുപാട് സ്ത്രീകൾ നബിയുടെ അനുചരന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അവർ യുദ്ധത്തിൽ മരിക്കുകയോ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രവാചകൻ ഇവരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ ആശ്വാസമാവും. പക്ഷേ അങ്ങനെ വിധവകളായി വന്ന എല്ലാവരെയും നബി ഏറ്റെടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന ആണ് അവിടെ അൾട്ടിമേറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന എത്തിയാൽ പ്രവാചകൻ അവരെ വിവാഹം കഴിച്ചേക്കും. അങ്ങനെ വിധവകളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതിന് പിറകിലുണ്ടായിരുന്നു. അതുപോലെ പ്രവാചകൻ്റെ ഭാര്യയാവുക എന്നൊരു മഹത്വം അത് ഒരുപാട് കബീലകളിലേക്ക്, ഒരുപാട് കുടുംബങ്ങളിലേക്ക് പ്രസരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇതിന് മുന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരിക്കലും പ്രവാചകനെ ഒരു സ്ത്രീലമ്പടനായി ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. കാരണം അറേബ്യയിലെ അന്നത്തെ ഒരു കൾച്ചർ അനുസരിച്ച് എത്ര ഭാര്യമാരെയും പ്രവാചകന് വേണമെങ്കിൽ വിവാഹം കഴിക്കാമായിരുന്നു. പക്ഷേ എന്നിട്ടും 11 ഭാര്യമാരേ ഉള്ളൂ. മാത്രമല്ല ഒരൊറ്റ കന്യക മാത്രമാണ് പ്രവാചകൻ്റെ ഭാര്യമാരുള്ളത്, ആയിഷ ബീവി മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം വിധവകളായിരുന്നു. മക്കയിലെ കന്യകമാരായ തരുണീമണികളായ ഒരുപാട് സ്ത്രീകൾ പ്രവാചകനോട് വിവാഹം കഴിക്കാൻ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പ്രവാചകൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അള്ളാഹു അവരെ വിവാഹം കഴിക്കാൻ കൽപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മാത്രം. അപ്പോൾ പ്രവാചകനൊരു സ്ത്രീലമ്പടനായി ചിത്രീകരിക്കുന്നത് അത് ഒരു ഫാൾസ് നെറേറ്റീവ് തന്നെയാണ്. 6 വയസ്സ് മാത്രമുള്ള ആയിഷ ബീവിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആയിഷ ബീവിയുടെ വിവാഹത്തിൽ പ്രോബ്ലമാറ്റിക്കായി ഒന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു വിവാഹപ്രായം എത്രയാണ്? 18. അറേബ്യയിൽ അക്കാലത്ത് മനസ്സിലാക്കിയിരുന്ന വിവാഹപ്രായം എന്ന് പറയുന്നത് പ്യൂബർട്ടി ലൈൻ എത്തലാണ്. ആയിഷ ബീവിക്ക് 9 വയസ്സായി പ്യൂബർട്ടി ലൈൻ എത്തിയ ശേഷമാണ് പ്രവാചകൻ അവരെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് അത് കൾച്ചറലി അക്സെപ്റ്റബിളായ കാര്യമാണ്. ഇനി ബയോളജിക്കലി നോക്കുകയാണെങ്കിലും ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്ക് പ്യൂബർട്ടി ലൈൻ എത്തിക്കഴിഞ്ഞാൽ അവരെ വിവാഹം ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, വിവാഹം കഴിക്കാം. അപ്പോൾ ബയോളജിക്കലിയും പ്രവാചകൻ്റെ ആ വിവാഹത്തിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ലക്ഷ്യങ്ങൾ നിറവേറുന്നുണ്ട് ആയിഷ ബീവിയുമായിട്ടുള്ള വിവാഹത്തിലൂടെ. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വനിത ആയിഷ ബീവിയാണ്. അപ്പോൾ പ്രവാചകൻ്റെ കാലശേഷവും ഒരുപാട് കാലം സഹാബത്ത് ഒരുപാട് കർമ്മശാസ്ത്ര മസലകൾ ചോദിച്ചു വന്നിരുന്നത് ആയിഷ ബീവിയുടെ അടുക്കലായിരുന്നു. അപ്പോൾ ഈ ഒരു നോളജിൻ്റെ ട്രാൻസ്മിഷന് വളരെ വലിയ ഉപയോഗം, അല്ലെങ്കിൽ വളരെ വലിയ ഒരു സോഴ്സായിട്ട് ആയിഷ ബീവി പിന്നീട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ലക്ഷ്യങ്ങൾ ചെറുപ്രായത്തിലെ ആയിഷ ബീവിയെ വിവാഹം കഴിച്ചതിന് പിറകിൽ, അള്ളാഹു കൽപ്പിച്ചതിന് പിറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നബി സ്വന്തം ദത്തുപുത്രൻ്റെ ഭാര്യ വിവാഹം ചെയ്തിട്ടില്ലേ? നബി തന്നെയാണ് സെയ്ദ് റളിയല്ലാഹുവിനോട്, ദത്തുപുത്രനോട് സൈനബ് ബീവിയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടത്. പിന്നീട് അവരുടെ ലൈഫിൽ പല അസ്വാരസ്യങ്ങളുണ്ടായപ്പോൾ അത് തീരെ മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സെയ്ദ് റളിയല്ലാഹു നബിനോട് ഇങ്ങനെ മൊഴി ചൊല്ലാൻ ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. പ്രവാചകൻ അപ്പോൾ ഫസ്റ്റ് ടൈം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, മുന്നോട്ട് പോയിക്കോളൂ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് പിന്നീട് മനസ്സിലായപ്പോൾ പിന്നീട് അവരെ മൊഴി ചൊല്ലാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം സൈനബ് ബീവിയെ പ്രവാചകൻ വിവാഹം കഴിച്ചു. ഇതാണുള്ള പ്രശ്നം. ഖുർആൻ തന്നെ അതിന് വ്യക്തമായ കാരണം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അറേബ്യയിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു അവർ ദത്തുപുത്രനെയും കണ്ടിരുന്നത്. മകൻ്റെ ഭാര്യയെ പിന്നീട് പിതാവ് വിവാഹം കഴിക്കാൻ പറ്റാത്തതുപോലെ ദത്തുപുത്രൻ്റെ ഭാര്യയെയും വിവാഹം കഴിക്കാൻ പാടില്ല എന്നായിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നത്.
അതിനെ ഒന്ന് ഡീകൺസ്ട്രക്ട് ചെയ്യാനാണ് ഇങ്ങനെ ദത്തുപുത്രൻ്റെ ഭാര്യയെ സൈനബ് ബീവിയെ പിന്നീട് വിവാഹം കഴിച്ചത് എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ പർപ്പസ് അതായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ പോരെ? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ പോരെ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അവിടെ ഈ നന്നാകുക എന്നുള്ള പ്രോസസ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ടത് വരും. അതായത് എന്താണ് നന്മ, എന്താണ് തിന്മ, ഇത് ആരാണ് തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച ആവശ്യമുണ്ട്. കാരണം ഇത് സബ്ജക്റ്റീവാണ്. അഥവാ മൊറാലിറ്റി സബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ നന്മകൾ തീരുമാനിക്കുന്നത് ഞാനാണ്, താങ്കളുടെ നന്മകൾ തീരുമാനിക്കുന്നത് താങ്കളാണെന്നുള്ളൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ താങ്കൾക്ക് തിന്മയായത് എനിക്ക് തിന്മയാവില്ല. അപ്പം മനുഷ്യകുലം നന്നാകുക എന്നുള്ള ഒരു പ്രോസസ്സിനെ ഒരിക്കലും നമുക്ക് ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാവാണ്. ഇനി ഒരു പൊതുബോധമാണ് മൊറാലിറ്റിയുടെ ബേസാക്കി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും പ്രശ്നം വരും. കാരണം ഒരു സമുദായത്തിൽ ഉണ്ടാകുന്ന നന്മകൾ അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ ഉണ്ടാകുന്ന തിന്മകളായിരിക്കില്ല മറ്റൊരു സമുദായത്തിൽ ഉണ്ടാകുന്ന തിന്മകളും നന്മകളും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്കിടയിൽ പെൺകുട്ടികൾ ഉണ്ടായാൽ കുഴിച്ചു മൂടുക എന്നുള്ളത് ഒരു തിന്മയല്ലായിരുന്നു, അവർക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഏത് സമുദായത്തെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ പൈശാചികമായ ഒരു പ്രവൃത്തിയായിട്ടാണ് അതിനെ കാണുക. അപ്പം ഒരിക്കലും ഇത് പൊതുധാരണ വെച്ചിട്ട് മൊറാലിറ്റി നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്ന് റിസൾട്ടായി വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യനെ കുറിച്ച് കൃത്യമായി അറിയുന്ന അല്ലെങ്കിൽ മനുഷ്യന് മുകളിൽ നിൽക്കുന്ന ഒരു അതോറിറ്റി ആയിരിക്കണം ഈ ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയെ തീരുമാനിക്കേണ്ടത് എന്നൊരു സാഹചര്യം വരുന്ന ഇവിടെയാണ്. ഇതിനെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് മനുഷ്യനെ കുറിച്ച് അവൻ്റെ വരുംവരായികളെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള അവൻ്റെ സൃഷ്ടാവായ ഒരു ദൈവമാണ് മനുഷ്യൻ്റെ മൊറാലിറ്റി തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ മൊറാലിറ്റിയുടെ അതോറിറ്റി ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ദൈവത്തെയാണ് എന്നുള്ളൊരു വാദത്തിന് പ്രസക്തി വരുന്നത്. ഒബ്ജക്റ്റീവായൊരു മൊറാലിറ്റി നിലവിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ നിയമങ്ങൾ നിലവിൽ വന്നത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഉത്തരമുണ്ട്. അതായത് അബ്രഹാമിക് റിലീജിയൻസ് ആയിട്ടുള്ള ജൂതായിസം ആണെന്നുണ്ടെങ്കിലും ശേഷം വന്നിട്ടുള്ള ക്രിസ്ത്യാനിറ്റി ആണെങ്കിലൊക്കെ ഇസ്ലാമിൻ്റെ പഴയ വെർഷനുകളാണ്. ഇതിൽ തിരുത്തലുകൾ വന്നതാണെന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. ഇതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള തിരുത്തലുകളെ മാറ്റിവെച്ചിട്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ശരീഅത്തുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നതെന്നാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. ഇനി അബ്രഹാമിക് റിലീജിയൻസിന് അപ്പുറത്തുള്ള മതങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഇസ്ലാമിൽ കഴിഞ്ഞ കാലത്തും ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. 1,24,000 വളരെ ചുരുങ്ങിയ നബിമാരുടെ കഥകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അവർ പ്രബോധനം ചെയ്ത പ്രബോധനങ്ങൾ മാറ്റി തിരുത്തലുകൾ വന്നതായിരിക്കാം മറ്റ് റിലീജിയൻ എന്നുള്ള ചർച്ചകൾക്കൊക്കെ ചൂട് പിടിക്കുന്നത്. പക്ഷേ കൃത്യമായ തെളിവുകളില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ പറയാനുള്ളൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു ബ്രാൻഡ് നിലവിൽ വരാൻ സങ്കല്പിക്കാം. ഉദാഹരണത്തിന് അഡിഡാസ് എന്നൊരു ബ്രാൻഡ്, ഒറിജിനൽ ബ്രാൻഡ് നിലവിലുണ്ടായിരിക്കും തന്നെ അഡിബാസ് വരുന്നുണ്ട്, അസിഡാഡ് വരുന്നുണ്ട്, അഡിസാസ് തുടങ്ങി ഒരുപാട് വ്യാജ ബ്രാൻഡുകൾ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു മതം നിലവിൽ വരുമ്പം അതിൽ നിന്നുള്ള ഒരുപാട് നിയമങ്ങൾ എടുത്തുകൊണ്ട് സമാനമായ ഒരുപാട് നിയമങ്ങളുള്ള എന്നാൽ വളരെ പല നിയമങ്ങളും വ്യത്യസ്തമുള്ള മതങ്ങൾ ഉണ്ടായി വരിക എന്നുള്ളത് തീർത്തും സ്വാഭാവികം മാത്രമാണ്. മതമില്ലാത്ത കമ്മ്യൂണിറ്റികൾക്കിടയിലും മതങ്ങളോട് സമാനമായ നിയമങ്ങളുണ്ടല്ലോ, അതെങ്ങനെ വന്നു? ഈ ഒരു ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് മതമില്ലാത്ത കമ്മ്യൂണിറ്റികൾ പോലും മതങ്ങൾക്കിടയിലാണ് വന്നിട്ടുള്ളത്. അഥവാ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നൊരു വാദത്തിനെതിരായിട്ട് ഒരു സൃഷ്ടാവ് ഇല്ല എന്നുള്ള വാദം വരുള്ളൂ. അഥവാ മതങ്ങൾ വന്നിട്ട് അതിന് ശേഷമാണ് അല്ലെങ്കിൽ മതങ്ങൾക്കിടയിലാണ് ഇത്തരം എത്തിസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ മതങ്ങൾക്കിടയിലാണ് എത്തിസ്റ്റ് കമ്മ്യൂണിറ്റികൾ വളരുന്നത്. സ്വാഭാവികമായും സമാനമായ നല്ലത് അവിടെ നിന്ന് എടുക്കാനും നല്ല ഒരുപാട് നിയമങ്ങൾ എടുക്കാനും അവർക്ക് വേണ്ടാത്തതിനെ തള്ളിക്കളയുക എന്നുള്ളതൊക്കെ വളരെ സ്വാഭാവികമാണ്. ഇത്തരത്തിൽ മതമില്ലാത്ത കമ്മ്യൂണിറ്റികൾക്കിടയിലും മതങ്ങൾ കൊണ്ടുവന്ന പല മെസ്സേജുകളുടെയും അംശങ്ങൾ കാണുക എന്നുള്ളത് വളരെ സ്വാഭാവികം തന്നെയാണ്.